ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ശ്രീ ജഗദംബികായേ നമ. നരകങ്ങൾ അവയിലേക്ക് നയിക്കുന്ന കർമ്മങ്ങളാണ് ഇതൊക്കെ. ഈ സാവിത്രി ദേവിക്ക് കേട്ടിട്ട് കാര്യമൊന്നുമില്ല. സാവിത്രി നരകം ചെയ്യുന്ന കുട്ടിയല്ല. സ്വന്തം ഭർത്താവിന്റെ ജീവൻ കിട്ടിയ തിരിച്ചു കൊണ്ടുവന്ന ശരീരത്തിലേക്ക് ഇടേണ്ട പണിയേ ഉണ്ടായിട്ടില്ലോ. ഇതൊക്കെ പറഞ്ഞൊക്കെയുന്നത് അത് ഏത് പ്രകാരം നമുക്ക് കേൾക്കാം. ദ്രവ്യം മോഹിച്ച് മറ്റുള്ളവരെ നിർഭയം വെട്ടി വീഴ്ത്തുന്നവൻ 14 ഇന്ദ്രന്റെ കാലം അസിപത്രവനത്തിൽ കഴിയേണ്ടി വരും എന്നുള്ളവരെല്ലാം ഇതന്നെ. അവർക്ക് വേണ്ടി അസിപത്രവന ഗംഭീരം വലുതാക്കേണ്ടി വരും. അത് ബ്രാഹ്മണനാണെങ്കിൽ 100 മന്വന്തരം അവിടെ യമകിങ്കന്മാരുടെ താടനമേറ്റ് വേദന സഹിക്കേണ്ടി വരും. പിന്നീട് 100 ജന്മം പൂമരുവായും 100 ജന്മം പന്നിയായും 7 ജന്മം കോഴിയായും കുർക്കനായും ജീവിക്കേണ്ടി വരും. ഗ്രാമങ്ങളോ നഗരമോ ചുട്ട് കത്തിക്കുന്നവൻ അംഗഹീനനായി 3 യുഗം ക്ഷുരധാരം എന്ന നരകത്തിൽ വസിക്കണം. പിന്നീട് അലഞ്ഞു നടക്കുന്ന കൊള്ളിപ്പിശാചായി നടക്കേണ്ടി വരും. അമേധ്യം ഭുജിച്ച് 7 ജന്മം പ്രാവുമായും പിന്നീട് 7 ജന്മം ശൂലിയായും പിന്നീട് കുഷ്ഠരോഗിയായും കാലം കഴിച്ച് പിന്നീട് ശുദ്ധനായി തീരും. മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് പരത്തുന്നവനും ദേവന്മാരെയും ബ്രാഹ്മണനെയും നിന്ദിക്കുന്നവനും സൂചിമുഖം എന്ന നരകത്തിൽ പതിച്ച് സൂചിയുടെ കുത്തേറ്റ് 3 യുഗം കഴിയേണ്ടി വരും. പിന്നീട് 7 ജന്മം തേളായിട്ടും പാമ്പായിട്ടും പിന്നീട് വജ്രകീടമായും ഭസ്മകീടമായും ജനിച്ച് നിത്യരോഗിയായി പിന്നീട് ശുദ്ധനായി തീരും. ഗൃഹസ്ഥരുടെ ഭവനം ഭേദിച്ച് കന്നുകാലികളെ മോഷ്ടിക്കുന്നവൻ 3 യുഗം ഗോകാമുഖം എന്ന നരകത്തിൽ പതിച്ച് യമഭടന്മാരുടെ താടനമേറ്റ് മഹാവ്യാധിയോടുകൂടി 7 ജന്മവും 3 കൊല്ലം ആടായും ചെമ്മരിയാടായും ജനിച്ച് പിന്നീട് ദാരിദ്ര്യവും രോഗവും പിടിപെട്ട് നിത്യദുഃഖത്തിൽപ്പെട്ട് ഭാര്യയും സന്താനവും ഇല്ലാതെ ദുഃഖിക്കേണ്ടി വരും. നമ്മളിപ്പോ ഒരാളെ കാണുന്നില്ല, അതൊക്കെ ഇങ്ങനെ ചെയ്തവരായിരിക്കും. സാധാരണ കളവുകൾ ചെയ്യുന്നവൻ 3 യുഗം നക്രതുണ്ടത്തിൽ പതിച്ച് യമകിങ്കന്മാരുടെ താടന്മേൽക്കേണ്ടി വരും. ആവശ്യമില്ലാതെ ഇങ്ങനെ എന്തെങ്കിലും കാണും. പിന്നീട് കാളയായി തീർന്ന അതിനുശേഷം മഹാരോഗ്യായ മർത്യനായി ജനിച്ച് പിന്നീട് ശുദ്ധനാകാം. ഗജം, അശ്വം, ഗോവുകൾ, വൃക്ഷങ്ങൾ എന്നിവയെ നശിപ്പിക്കുന്നവൻ 3 യുഗം ഗജദംശത്തിൽ വസിക്കണം. യമകിങ്കന്മാർ ആനക്കൊമ്പ് കൊണ്ട് അടിക്കുന്നതും അനുഭവിക്കേണ്ടി വരും. 3 ജന്മം താൻ നശിപ്പിച്ച മൃഗങ്ങളായി ജന്മമെടുക്കേണ്ടി വരും. പിന്നീട് മ്ലേച്ഛനായും ജന്മമെടുക്കേണ്ടി വരും. ദാഹിച്ചു വലഞ്ഞു വെള്ളം കുടിക്കാൻ വരുന്ന പശുക്കളെ തടുത്തു നിർത്തുന്നവൻ ചൂടുവെള്ളവും കൃമികളും ഉള്ള ഗോമുഖം എന്ന നരകത്തിൽ ചെന്ന് പതിക്കും. ഒരു മന്വന്തരം അവിടെ കിടന്ന് പൊള്ളലേറ്റ് കഴിയണം. 7 ജന്മം മഹാരോഗ്യായി ദരിദ്രനായി കഴിയേണ്ടി വരും. ഗോഹത്യ, ബ്രാഹ്മണഹത്യ, ഗുരുഹത്യ, സ്ത്രീഹത്യ, ഭ്രൂണഹത്യ, ഭിക്ഷുഹത്യ തുടങ്ങിയവ ചെയ്യുന്നവരും അഗമ്യമായ സ്ത്രീകളെ, അതായത് പ്രാപിക്കാൻ പാടില്ലാത്ത സ്ത്രീകളെ പ്രാപിക്കുന്നവരും 14 ഇന്ദ്രന്റെ കാലം കുംഭീഭാഗം എന്ന നരകത്തിൽ കഴിയേണ്ടി വരും. യമകിങ്കന്മാർ അവരെന്ത് ചെയ്യുന്നു? അടിച്ചടിച്ചടിച്ചടിച്ച് വേദനിപ്പിക്കും. മുള്ളൻ കാട്ടിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിഴക്കും. തിളച്ചു കിടക്കുന്ന എണ്ണയിലിട്ട് പൊള്ളി ചുട്ടുകൊള്ളുന്ന ചെമ്പുപാത്രത്തിലിട്ട് വറുക്കും. നിലക്കാട്ടിലൊക്കെ വറുക്കുന്നത് മാതിരി. പിന്നീട് കഴുതയായി 100 ജന്മവും പന്നിയായി 100 ജന്മവും 7 ജന്മം കാക്കയായും 7 ജന്മം സർപ്പമായും ജനിക്കേണ്ടി വരും. 65,000 വർഷം മലത്തിലെ കൃമിയായും പല ജന്മം കാളയായും പിന്നീട് കുഷ്ഠരോഗിയായും തീരും. യമധർമ്മരാജാവിന്റെ നരകവർണ്ണന കേട്ടപ്പോൾ സാവിത്രി ചോദിക്കുകയാണ്, അല്ലയോ വേദവിത്തമ, ബ്രഹ്മഹത്യാ പാപം, ഗോഹത്യാ പാപം എന്നൊക്കെ ശാസ്ത്രത്തിൽ പറയുന്നുണ്ടല്ലോ, അത് ഏതെല്ലാം വിധത്തിലാണ് വന്നു ചേരുന്നത്? അഗമ്യകളായ സ്ത്രീകൾ ആരൊക്കെയാണ്? സന്ധ്യാവിഹീനർ എന്ന് ആരെയാണ് പറയുന്നത്? ആരാണ് അധീക്ഷിതൻ? തീർത്ഥപ്രതിഗ്രാഹി എന്ന് ആരെയാണ് പറയുന്നത്? ഗ്രാമയാജി, ദേവലൻ, പ്രമത്തൻ, സുപ്രകാരകൻ, വൃഷലീപതി എന്നിവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നറിഞ്ഞ തർക്കടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ധർമ്മരാജൻ വേണ്ട പറയാൻ തുടങ്ങി. ഭദ്രേ, കൃഷ്ണനിലും അദ്ദേഹത്തിന്റെ പ്രതിമകളിലും അന്യദേവന്മാരിലും ഭേദബുദ്ധി കാണിക്കുന്നവനും വിഷ്ണുഭക്തന്മാരെയും ബ്രാഹ്മണരെയും വ്യത്യാസമായി കാണുന്നവനും ബ്രഹ്മത്യാപാപം അനുഭവിക്കേണ്ടി വരും. മഹാദേവനെയും മഹാവിഷ്ണുവിനെയും ഭേദബുദ്ധിയോടെ ഭജിക്കുന്നവനും വേദത്തിൽ വിധിച്ച മാതിരി പിതൃപൂജയും ദേവപൂജയും ചെയ്യാത്തവനും ആചാരവിരുദ്ധമായി പ്രവർത്തിക്കുന്നവനും ബ്രഹ്മഹത്യാപാപങ്ങൾ ഏൽക്കുന്നു.
അത്യന്തം നിർമ്മലചിത്തനായ മന്ത്രോപാസകനെ നിന്ദിക്കുന്നതും ബ്രഹ്മഹത്യാപാപത്തിൽ പെടുന്നു. പിന്നീട് പശുവിനെ കൊല്ലുന്നവൻ, പശുവിന് എച്ചിൽ കൊടുക്കുന്നവൻ, അയ്യോ പാടില്ല അല്ലേ. പശുവിനെ ഉപദ്രവിക്കുന്നവൻ, പശുവിനെ കാലുകൊണ്ട് ചവിട്ടുന്നവൻ, അയ്യോ. അവരുടെ മേച്ചിൽ സ്ഥലം അവരെ മേയാൻ സമ്മതിക്കാതെ കൃഷി ചെയ്യുന്നവൻ തുടങ്ങിയവർ ഗോഹത്യാപാപം ഏൽക്കുന്നു. ദേവന്മാരുടെ പ്രതിമയെയോ ഗുരുവിനെയോ ബ്രാഹ്മണന്മാരെയോ വന്ദിക്കാത്തവനും പാപഭാരം വന്ന് ഭവിക്കുന്നു. ഇനി അഗമ്യകളായ സ്ത്രീകളെ പറ്റി പറഞ്ഞു തരാട്ടോ. സ്വന്തം ഭാര്യയെ മാത്രം പ്രാപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. മറ്റേതൊരു സ്ത്രീയും പുരുഷൻ അഗമ്യ തന്നെയാണ്. ശൂദ്രൻ വിപ്രസ്ത്രീയെ പ്രാപിച്ചാൽ ബ്രഹ്മഹത്യാ പാപം ഏൽക്കും. ബ്രാഹ്മണൻ ശൂദ്ര സ്ത്രീയെ പ്രാപിക്കുന്നെങ്കിൽ അങ്ങനെ അവനാണ് വൃഷലീപതി എന്ന് പറയുന്നത്. അവൻ ചെയ്യുന്ന ദേവീപൂജയും പിതൃപൂജയും നിഷിദ്ധങ്ങളാണ്. സഹോദര പത്നി, അമ്മായി, ഗുരുപത്നി, സപത്നി, മാതാവ്, പുത്രി, ശ്വശ്രു, ഗർഭിണി, സഹോദരി തുടങ്ങിയവരൊന്നും ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. ശിഷ്യ, ശിഷ്യന്റെ പത്നി, സഹോദരപുത്രന്റെ ഭാര്യ ഇവരൊക്കെ അത്യന്തം അഗമ്യകളാണ്. ഇവരെ കാമത്തോടെ പ്രാപിക്കുന്നവൻ കുംഭീഭാഗം എന്ന നരകത്തിലാണ് പതിക്കുക. വിദ്യാവണ്ണം സന്ധ്യാവന്ദനം ചെയ്യാത്തവനെയും സന്ധ്യകളിൽ സന്ധ്യാവന്ദനം ചെയ്യാത്തവനെയും സന്ധ്യാഹീനൻ എന്ന് പറയുന്നു. വൈഷ്ണവം, ശൈവം, ശാക്തേയം തുടങ്ങിയ മന്ത്രങ്ങൾ അഹങ്കാരം കൊണ്ട് ജപിക്കാത്തവനെ അദീക്ഷിതൻ എന്ന് പറയുന്നു. ഗംഗയുടെ ജലനിരപ്പിൽ നിന്ന് 4 അടി താഴെയായി ഗംഗാഗർഭത്തിൽ നാരായണൻ വസിക്കുന്നു. ഇവിടെ വെച്ച് മരിക്കാൻ സാധിച്ചാൽ അവൻ ഹരിപദം പ്രാപിക്കും. കാശി ബദരി ഗംഗയും കടലും ചേർന്ന സ്ഥാനം, പുഷ്കരം, രേണുകാസ്ഥാനം, പ്രഭാസം, കാമരൂപം, ഹരിദ്വാരം, കേദാരം, ത്രയംബകം, സരസ്വതി നദീതീരം, ത്രിവേണി, വൃന്ദാവനം, കൗശികി, ഗോദാവരി തുടങ്ങിയ തീർത്ഥക്കരയിൽ വെച്ച് ലോഭചിന്തയോടെ ദാനം വാങ്ങുന്നവനെയാണ് തീർത്ഥപ്രതിഗ്രാഹി എന്ന് പറയുന്നത്. ശൂദ്രനെ സേവിക്കുന്നവനെയും ശൂദ്രനെ കൊണ്ട് യാഗം ചെയ്യിക്കുന്നവനെയും ഗ്രാമയാജി എന്ന് പറയുന്നു. ക്ഷേത്രത്തെ ആശ്രയിച്ച് ഉപജീവനം കഴിക്കുന്നവനെ ദേവലൻ എന്ന് പറയുന്നു. ശൂദ്രന്മാർക്ക് പാചകം ചെയ്ത് കൊടുക്കുന്നവനെ സുപ്രകാരൻ എന്നും സന്ധ്യാപൂജ ചെയ്യാത്തവനെ പ്രമത്തൻ എന്നും പറയുന്നു. ഋഷരീപതിയെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി മറ്റു കുണ്ടങ്ങളിൽ പതിക്കുന്നവരെ പറ്റി പറയാം. പിന്നെയും നരകങ്ങളുണ്ടല്ലോ. യമധർമ്മരാജാവ് സാവിത്രിയോട് പറയുന്നു, ദേവി ഉപാസന കൂടാതെ കർമ്മം നശിക്കുകയില്ല. സൽക്കർമ്മത്തിന് അടിസ്ഥാനം സൽക്കർമ്മം തന്നെയാണ്. ദുഷ്കർമ്മം ചെയ്താൽ നരകത്തിൽ തന്നെ പോകേണ്ടി വരും. വേശ്യകൾ നൽകുന്ന അന്നത്തെ ഭുജിക്കുന്നവനും അവളെ പ്രാപിക്കുന്ന ബ്രാഹ്മണനും കാലസൂത്രം എന്ന നരകത്തിൽ പോകേണ്ടി വരും. 100 ജന്മം ആ നരകത്തിൽ കിടന്ന് വീണ്ടും രോഗിയായി വന്ന് ജനിക്കും. പിന്നീട് ശുദ്ധനായി തീരും. പതിവ്രത എന്ന് വെച്ചാൽ ഒരേ ഒരു ഭർത്താവുള്ളവള്. ഒരു സ്ത്രീക്ക് 2 പേരായാൽ കുലട എന്ന് വിളിക്കും. 3 പേരായാൽ ധർഷിണി, 4 പുംശ്ചലി, 6 പേരായാൽ വേശ്യ, 8 പൊങ്കി, അതിലധികമായാൽ മഹാവേശ്യ എന്നും പറയും. അവളെ പ്രാപിക്കുന്ന ബ്രാഹ്മണൻ മത്സ്യോദകം എന്ന നരകത്തിൽ പതിക്കും. ഇപ്രകാരമുള്ള വേശ്യാസ്ത്രീകൾ അനവധി കാലം നരകത്തിൽ വസിക്കേണ്ടി വരും. മഹാവേശ്യയെ പ്രാപിക്കുന്നവൻ ഇലവം എന്ന മരമായി തീരും. അജ്ഞാനിയായ ഒരുവൻ സൂര്യചന്ദ്രഗ്രഹണ സമയത്ത് അന്നം ഭക്ഷിച്ചാൽ അവൻ അരുന്തുകം എന്ന നരകത്തിൽ പതിക്കും. ഒരു പെൺകുട്ടിയെ ഒരാൾക്ക് കൊടുക്കാൻ വാക്കാൽ ഉറപ്പിച്ച് പിന്നീട് അന്യന് കൊടുത്താൽ അവൻ പാംസുകുണ്ടത്തിൽ നൂറ്റാണ്ടുകളോളം പൊടിയും പൂജിച്ചു വാഴേണ്ടി വരും. മണ്ണുകൊണ്ടുണ്ടാക്കിയ ശിവലിംഗത്തെ ഭക്തിപൂർവ്വം പൂജിക്കാത്തവൻ ശൂലീകോപം കൊണ്ട് ശൂലക്രോധം എന്ന നരകത്തിൽ നൂറ്റാണ്ടുകളോളം കഴിയേണ്ടി വരും. വാക്ക് തർക്കം കൊണ്ട് ബ്രാഹ്മണനെ പേടിപ്പിക്കുന്നവൻ പ്രകമ്പനം എന്ന നരകത്തിൽ കിടക്കേണ്ടി വരും. ക്രോധം കൊണ്ട മുഖത്തോടുകൂടി തന്റെ പതിയെ നോക്കുന്നവളും ഒള്ളിവാക്ക് പറയുന്നവളും ഉൽക്കാമുഖം എന്ന നരകത്തിൽ പതിക്കും. ഇന്നത്തെ സ്ത്രീകളൊക്കെ ഇവിടെയാണ് കൊറ്റുവീഴേണ്ടി വരിക. അവളെ എന്റെ ഭടന്മാർ വായിൽ തീക്കൊള്ളി കയറ്റി കഷ്ടപ്പെടുത്തും. ശൂദ്രൻ ഭുജിച്ച വിപ്രസ്ത്രീ അന്ധകൂപം എന്ന നരകത്തിൽ പതിക്കും. വേശ്യ, മഹാവേശ്യ, പുംശ്ചലി, സ്വൈരിണി, പൊങ്കി തുടങ്ങിയ സ്ത്രീകള് വേദനം, ജാലരന്ധ്രം, ദലനം, താടനം, ദേഹചൂർണം എന്നീ നരകങ്ങളിൽ പതിച്ച് ഒരു മന്വന്തരം കാലം വിൺമൂത്രാഹാരം ഭുജിച്ചു കഴിയേണ്ടി വരും. ബ്രാഹ്മണർ, ക്ഷത്രിയർ, ശൂദ്രർ, വൈശ്യർ തുടങ്ങിയവർ സ്വന്തം ജാതിയിലെ പരസ്ത്രീകളെ പ്രാപിച്ചാൽ അവർ പരതാരങ്ങളോടുകൂടി കഷായം എന്ന നരകത്തിൽ പതിക്കും. എന്നിട്ട് ചുട്ടുപൊള്ളുന്ന കഷായം ഭുജിച്ച്
നൂറ്റാണ്ടുകളോളം ആ നരകത്തിൽ കിടക്കേണ്ടി വരും. മാത്രമല്ല പരമ്പുമാൻ സൂക്ഷ്മരൂപം ധരിക്കും. മാത്രമല്ല ഇപ്ര സ്ത്രീയെ പ്രാപിക്കുന്ന ക്ഷത്രിയനും വൈശ്യനും മാതൃഗാമിയാണ്. അവൻ ശൂർപ്പകുണ്ടം എന്ന നരകത്തിൽ വസിക്കണം. കള്ളസത്യം ചെയ്യുന്നവനും തുളസി കയ്യിൽ വെച്ച് സത്യം ചെയ്ത് തെറ്റിക്കുന്നവനും ജ്വാലാമുഖം എന്ന നരകത്തിൽ പതിക്കും. സാളഗ്രാമം ദേവബിംബം ഗംഗാജലം എന്നിവ തൊട്ടിട്ടോ വലത് കൈ നൽകിയോ ചെയ്യുന്ന ശപഥം തെറ്റിച്ചാൽ ജ്വാലാമുഖം എന്ന നരകത്തിൽ പതിക്കും. നിത്യകർമ്മം ചെയ്യാത്ത മടിയനായ ബ്രാഹ്മണനും വേദവാക്യത്തെ നിന്ദിക്കുന്ന വിദ്വിജനും വ്രതം ഉപവാസം തുടങ്ങിയവ ചെയ്യാത്തവനും ധൂമാന്ധം എന്ന നരകത്തിൽ പതിച്ച് നൂറ്റാണ്ടുകളോളം കിടന്ന് പിന്നീട് ജലജന്തുക്കളായി ജനിക്കും. ദേവന്മാർക്കും ബ്രാഹ്മണർക്കുമുള്ള ഐശ്വര്യത്തെ വെറുക്കുന്നവൻ തന്റെ മുമ്പും പിമ്പുമുള്ള 10 തലമുറയെ നശിപ്പിക്കും. അവനെ ധൂമാന്ധം എന്ന നരകത്തിൽ പതിപ്പിക്കും. അവിടെ കിടന്ന് പുക തന്നെ ഭുജിച്ച് പുകഞ്ഞ് 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 നൂറ്റാണ്ടുകളോളം കഴിയേണ്ടി വരും. പിന്നീട് കൃമികളായും എലിയായും മരമായും പശുവായും ജന്മമെടുത്ത് അവസാനം മർത്യനായി ജനിക്കും. ദൈവജ്ഞനായും വൈദ്യവൃത്തി കൊണ്ട് ചികിത്സിക്കുന്നവനായും അരക്ക് ഇരുമ്പ് തുടങ്ങിയ പദാർത്ഥങ്ങൾ വിറ്റ് ജീവിക്കുന്നവനായും ഉള്ള ബ്രാഹ്മണൻ നാഗങ്ങളാൽ നിറഞ്ഞു കിടക്കുന്ന നാഗവേഷ്ട കുണ്ടത്തിൽ പതിക്കും. ദേവി സാവിത്രി, ഞാൻ എല്ലാ പ്രധാന നരകങ്ങളെ പറ്റി പറഞ്ഞു തന്നു കേട്ടോ. അപ്രസിദ്ധമായതും ക്ഷുദ്രങ്ങളുമായ നരകങ്ങൾ ഇനിയുമുണ്ട്. സ്വകർമ്മ ഫലത്തിനനുസരിച്ച് ഓരോരുത്തരും നാനായോനികളിൽ പോയി ജനിക്കുന്നു. ദേവിക്ക് ഇതൊന്നും കേട്ടിട്ട് കാര്യമില്ല. ദേവി ഇതിലൊന്നും പെട്ടൊരു സ്ത്രീ അല്ലല്ലോ. അതുകൊണ്ട് പോയിട്ട് ആ സത്യവാന്റെ ശരീരത്തിലെ ജീവനിട്ട് കൂട്ടിക്കൊണ്ടുപോയി ചിരകാലം കൊട്ടാരത്തില് രാജകുമാരി ആയിട്ട് താമസിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് യമധർമ്മരാജാവ് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞയച്ചു. ഈ ഭാഗം ഭഗവാന്റെയും ഭഗവതിയുടെയും തൃപ്പാദപത്മങ്ങളിൽ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേ സമർപ്പയാമി.